ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ റീസെൻ്റിലായിട്ടൊരു ടാറ്റയുടെ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 വീക്ക് മുന്നേ എന്നെ ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇൻഷുറൻസിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്, അപ്പോൾ അതിന് 3,500 പേ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അത് ഇങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ അതിന് ഞാൻ ഓൾറെഡി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഓൾറെഡി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കാർഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റൻ്റിന് ഒരു കാർഡുണ്ട്, അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3,500 പേ ചെയ്യണം, അത് സാധനം ഡെലിവർ ആകുമ്പം പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. എന്നിട്ട് ഇപ്പോൾ ഇന്ന് ഒരു 2 ഡേ മുന്നേ കാർഡ് ഡെലിവറി ചെയ്തു. ഞാൻ 3,500 ഡെലിവറി പാർട്ടിനെ അയച്ചു. ഞാൻ വർക്ക് സൈറ്റിലായിരുന്നു. ഞാനപ്പോൾ വീട്ടിലാണ് കാർഡ് ഡെലിവറി ആയത്. ഞാൻ വീട്ടിൽ വന്നിട്ട് കാർഡ് നോക്കിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കവറിനകത്ത് ഒരു കാർഡ് മാത്രം, വേറെ ഡീറ്റെയിൽസ് ഒന്നും. ഒരു സ്കാം ആയിരുന്നു അത്. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കാണിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് അത് സ്കാം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഉടനെ തന്നെ നമ്മുടെ സൈബർ സെല്ലിലോട്ട് കോൺടാക്ട് ചെയ്തു. അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിനി ഡെലിവറി പാർട്ട്നെതിരെ കേസ് എടുത്തിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അതൊന്നും അറിയാൻ പറ്റില്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തൊന്ന് കേസ് രീതിയിൽ ഇനിയിപ്പോൾ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കണക്ട് ചെയ്ത് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ വഴിയില്ല. പിന്നെ ഞാൻ ഡെലിവറി പാർട്ട്ണർ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൽ അയാളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ബ്രോ നമ്മൾ അറിഞ്ഞുകൂടായിരുന്നു, ഒരു കാർഡെന്ന് മാത്രമേ അറിയാവുമായിരുന്നു, എന്താണെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു, ഇതുപോലെ സ്കാം ആണെന്ന് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്കറിയാൻ പറ്റില്ല. ആകെ ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇനി വേറെ ആരും ഇതുപോലെ പറ്റിക്കപ്പെടാൻ പാടില്ല. കാരണം ഇതുപോലെ ഇങ്ങനെ ഒരു കാർഡിൻ്റെ കേസ് വിളിക്കുമ്പോൾ എന്നിട്ട് ഞാൻ എക്സിക്യൂട്ടീവിനെ വിളിച്ചു. എൻ്റെ എക്സിക്യൂട്ടീവിനെ വിളിച്ചു. അവർ പറഞ്ഞു, ഇപ്പോൾ ഇത് ഒരുപാട് അടുത്ത് ഇങ്ങനെ നടന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇനി ആര് ക്യാഷ് എന്തിനെങ്കിലും പേ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ വണ്ടിയുടെ റിലേറ്റഡ് ചോദിച്ചാൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഇതുപോലെ എന്തെങ്കിലും വന്നാൽ ഉടനെ പേ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. സംഭവം കാർഡ് ഞാൻ എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ കാണിച്ചു തരാം. കാർഡ് അതുപോലെ ഇതിൽ നോക്കുമ്പോൾ തന്നെ ഇതിൽ സ്പെയർ പാർട്സിൻ്റെയും ഈ ബാറ്ററിയുടെ സ്പെല്ലിംഗ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അതുവരെ അവർക്ക് നേരെ എഴുതാൻ അറിഞ്ഞൂടാ. പിന്നെ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുമ്പോഴത്തേക്കും ഹിന്ദിക്കാരാണ് എടുക്കുന്നത്. അവരെന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, ആക്റ്റീവായെന്ന് പറയുന്നുണ്ട്. പിന്നെ അവരെങ്ങനെ, ഞാനിപ്പോൾ ഒരു അത്യാവശ്യത്തിന് ഇവിടെ ട്രിവാൻഡ്രത്താണ് എൻ്റെ വീട്. ഞാൻ ഇതുപോലെ റോഡ് സൈഡ് അസിസ്റ്റൻ്റ് വിളിക്കുമ്പോൾ അവരെങ്ങനെ വന്ന് എനിക്കിത് കണക്ട് ചെയ്ത് ശരിയാക്കി തരുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഒരു ബാർകോഡോ ഒന്നുമില്ല. ഏതായാലും പറ്റിക്കപ്പെട്ടു. ഇനി എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത് എങ്ങനെയാണ് ഈ ഡേറ്റ കിട്ടിയതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം എൻ്റെ അഡ്രസ്സ് ഉൾപ്പെടെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ് എല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയതാണ്, RTO വഴി അവിടെ നിന്ന് എന്തോ ഇത് ലീക്കാവുന്നതെന്നാണ് അറിഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട്. കൂട്ടത്തിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.